ബഹുമാനപ്പെട്ട സിജി റിസോഴ്സ് പേഴ്സൺസ്, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, CIGI സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യ എല്ലാ ഞായറാഴ്ചകളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രം ഹോം പരിപാടിയിലാണ് നാം ഇന്നുള്ളത്. 99ാമത്തെ എപ്പിസോഡാണിത്. സിജിയെ കണ്ടോ കേട്ടോ അനുഭവിച്ചോ അറിഞ്ഞവരായിരിക്കും എന്നെ കേൾക്കുന്ന അധിക പേരും. കഴിഞ്ഞ 30 വർഷമായി വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ ഫ്രീ ആയിട്ട് ഗൈഡൻസ് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് സിജി. അതിന്റെ പ്രവർത്തനങ്ങൾ 7 ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടാണ് നടത്തുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ്. കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ 4 പ്രൊജക്ടുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രൊജക്ട് ആണ് കരിയർ മിഷൻ. കരിയർ മിഷന്റെ മുദ്രാവാക്യം നോ സ്റ്റുഡന്റ് ലെഫ്റ്റ് അൺഗൈഡഡ് എന്നാണ്. ഒരു കുട്ടി പോലും ഗൈഡൻസ് കിട്ടാതെ പോവാൻ പാടില്ല. ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സിജി വർഷങ്ങളായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ ഒരു ആക്ടിവിറ്റിയിലാണ് നാം ഇന്നുള്ളത്, സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രം ഹോം. ഏതെങ്കിലും ഒരു കോഴ്സിനെ കുറിച്ചോ സ്ഥാപനത്തെ കുറിച്ചോ തൊഴിൽ സാധ്യതയെ കുറിച്ചോ മത്സര പരീക്ഷയെ കുറിച്ചോ ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണ് ഇതുണ്ടാവുക. ഹാഫ് ആൻ അവർ പ്രസന്റേഷൻ, ദെൻ ഒരു 10-20 മിനിറ്റ് ഒരു Q&A സെഷനും ഉണ്ടാവും. പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് +1 പ്രവേശനം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നുള്ളതാണ്. നമുക്ക് നേരിട്ട് പ്രസന്റേഷനിലേക്ക് വരാം. ഫസ്റ്റ് നമ്മൾ +1 സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുക. +1 സപ്ലിമെന്ററി അപ്ലിക്കേഷൻ കൊടുക്കുന്നത്, അതിന്റെ അലോട്ട്മെന്റ്. സെക്കൻഡ് വൺ, ഓൾറെഡി ജോയിൻ ചെയ്ത ആൾക്കാർക്ക് +1 കോഴ്സ് അതുപോലെ തന്നെ സ്കൂൾ ട്രാൻസ്ഫർ എന്നുള്ള പ്രൊവിഷൻ ഉണ്ട്. എന്താണ് അതിന്റെ പ്രൊസീജിയർ? ദെൻ CG ആൻഡ് AC എന്നൊരു സംവിധാനം ഉണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് സെൽ സ്കൂളുകളിൽ അതിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടും. ദെൻ അവസാനമായിട്ട് Q&A സെഷനാണ്. ഇവിടെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, തൊഴിൽ സാധ്യതകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ള അവസരമാണ് അവസാനം. ദെൻ ഫസ്റ്റ് വൺ, സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്താണെന്നാണ് പറയുന്നത്. എന്നെ കേൾക്കുന്ന അധിക പേരും +1 ഏതെങ്കിലും സ്കൂളിൽ ജോയിൻ ചെയ്ത ആൾക്കാരായിരിക്കും. ഒരുപക്ഷെ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ അഥവാ പ്രവേശനം ലഭിക്കാത്ത ആൾക്കാരും ഉണ്ടാവാൻ മതി. അതുപോലെ രക്ഷിതാക്കളും ഉണ്ടാവും. അതുപോലെ ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സ്കൂളുകളിൽ അഡ്മിഷൻ +1 കിട്ടാത്തതും ഉണ്ടാവാം. അത്തരം കുട്ടികൾക്ക് ഉള്ള വിവരങ്ങളാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇതുവരെ പ്രവേശനം ലഭിക്കാത്തവർക്ക് അപ്ലിക്കേഷനൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. അവർക്ക് അപ്ലിക്കേഷൻ പുതുക്കാനുള്ള അവസരമാണ് സപ്ലിമെന്ററി അപ്ലിക്കേഷൻ. നിങ്ങൾ +1 അപ്ലിക്കേഷൻ കൊടുത്തത് ആദ്യമായിട്ട് ഏകജാലകം വഴി എന്താണോ ചെയ്തത് അതേ കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇവിടെ പുതുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതെല്ലാം സ്കൂളുകളിൽ ഏതെല്ലാം കോഴ്സുകൾക്ക് ഒഴിവുണ്ട് സീറ്റ്, അത് നോക്കിയിട്ട് വേണം അപ്ലിക്കേഷൻ കൊടുക്കാൻ. ദെൻ ഇതുവരെ അപ്ലിക്കേഷൻ കൊടുക്കാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 10ാം ക്ലാസ് ക്ലിയർ ചെയ്യാത്ത ആൾക്കാർ. അതുപോലെ തന്നെ ചില കുട്ടികളൊക്കെ സ്കൂളുകളിലേക്ക് പോവേണ്ടതില്ല, എൻട്രൻസ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇന്റഗ്രേറ്റഡ് +1 +2 ചേർന്ന് ഒരുപക്ഷെ അത് ശരിയാവാത്തത് കൊണ്ട് തിരിച്ചു വരുന്ന ആൾക്കാർ. അതുപോലെ തന്നെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കാരണമൊക്കെ ഈ അപ്ലിക്കേഷൻ നിരസിച്ചത് ഉണ്ടാവും. അലോട്ട്മെന്റ് കിട്ടിയതിനു ശേഷം അവർക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത്തരം ആൾക്കാർക്കൊക്കെ പുതിയ അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതെല്ലാം സ്കൂളുകളിലാണ് ഏതെല്ലാം കോഴ്സുകൾക്കാണ് ഒഴിവുള്ളതെന്ന് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന HSCAP എന്ന സൈറ്റിൽ ഉണ്ടാവും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ്, ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ എത്രയെല്ലാം സീറ്റ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വേണം അപേക്ഷ കൊടുക്കാൻ. എല്ലാ സ്കൂളുകളിലേക്കും അപേക്ഷ കൊടുക്കാൻ കഴിയില്ല. സീറ്റ് ഒഴിവുള്ളതിനനുസരിച്ച് മാത്രമേ അപേക്ഷ കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് സൂചിപ്പിക്കാനുള്ള കാര്യം. മറ്റൊന്ന് സ്കൂൾ ട്രാൻസ്ഫർ, അതുപോലെ തന്നെ കോഴ്സ് ട്രാൻസ്ഫർ. ഓൾറെഡി സ്കൂളുകളിൽ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടാവും. അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ല കിട്ടിയതെങ്കിൽ, ഇഷ്ടപ്പെട്ട സ്കൂൾ അല്ല കിട്ടിയതെങ്കിൽ, ഇഷ്ടപ്പെട്ട കോഴ്സ്, ഇഷ്ടപ്പെട്ട സ്കൂൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് ട്രാൻസ്ഫറിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മാറിപ്പോവാം. അതിനാണ് സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് ട്രാൻസ്ഫർ എന്ന് പറയാം. ഇത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ശേഷമാണ് ഉണ്ടാവുക. ഇന്നലെ
ഒന്നാം ഘട്ടത്തെ 3rd അലോട്ട്മെന്റ് കഴിഞ്ഞു, ജോയിൻ ചെയ്തു. നാളെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. 1-2 ദിവസം ആവുന്ന സമയത്ത് ഏതെല്ലാം സ്കൂളുകളിൽ ഏതെല്ലാം കോഴ്സുകൾക്ക് സീറ്റ് ഒഴിവുണ്ട് എന്ന് മനസ്സിലാവും. അതിലേക്ക് സപ്ലിമെന്ററി അപ്ലിക്കേഷൻ വിളിക്കും, ദെൻ അലോട്ട്മെന്റ് നടത്തും. ക്ലിയർ? അതിനുശേഷമാണ് സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് ട്രാൻസ്ഫർ എന്നുള്ള പ്രൊവിഷന് ഉണ്ടാവുക. സ്കൂൾ ട്രാൻസ്ഫർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ കോഴ്സ് ഇഷ്ടപ്പെട്ടതാണ്, പക്ഷെ സ്കൂൾ ഇഷ്ടപ്പെട്ടതല്ല, നിങ്ങൾക്ക് സ്കൂൾ മാറാം. ഇപ്പൊ ചില ആൾക്കാർക്കൊക്കെ സ്കൂൾ ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ കോഴ്സ് ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടുണ്ടാവില്ല. സയൻസ് ആഗ്രഹിക്കുന്ന ആൾക്ക് കൊമേഴ്സ് കിട്ടിയതാവാം, അല്ലെങ്കിൽ കൊമേഴ്സ് ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരുപക്ഷെ ഹ്യൂമാനിറ്റീസ് ആയിരിക്കും കിട്ടിയത്. ഇത് ട്രാൻസ്ഫർ ചെയ്യാം. ഓൾറെഡി ജോയിൻ ചെയ്ത സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓൾറെഡി ജോയിൻ ചെയ്ത സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലെ അതേ കോഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത ആൾക്ക് വ്യത്യസ്തമായ മറ്റൊരു കോഴ്സിലേക്കൊക്കെ സ്കൂളിലേക്കൊക്കെ ട്രാൻസ്ഫറിന് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഏകജ വഴി പ്രവേശനം ലഭിച്ചവർക്കാണ് ഈ ട്രാൻസ്ഫറിനുള്ള പ്രൊവിഷന് ഉണ്ടാവുക. ഓക്കെ, ഒരാൾ മാനേജ്മെന്റ് കോട്ടയിൽ അപേക്ഷ വഴി അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി വഴി ലിസ്റ്റ് വഴി ആണ് അഡ്മിഷൻ വാങ്ങിയതെങ്കിൽ അവർക്ക് ഈ ട്രാൻസ്ഫറിനുള്ള പ്രൊവിഷന് ഉണ്ടായിരിക്കുന്നതല്ല. ദെൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കൂളിൽ ഒഴിവുണ്ടോ അല്ലേ എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. സപ്ലിമെന്ററി അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒഴിവുണ്ടോ അല്ലേ നമ്മൾ നോക്കണം. ഓൾറെഡി ജോയിൻ ചെയ്ത ആൾക്കാർ ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒഴിവുണ്ടോ അല്ലേ എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. ഒഴിവുണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്, ഒഴിവില്ലെങ്കിലും കിട്ടാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഓൾറെഡി ഒരു സ്കൂളിൽ ഒരാൾ ജോയിൻ ചെയ്തു, ഫോർ എക്സാമ്പിൾ സയൻസിന്, ആ കുട്ടിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ട സ്കൂൾ സയൻസ് വേറെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവരും അപ്ലിക്കേഷൻ കൊടുക്കും. അപ്പൊ സ്കൂൾ ഒഴിവ് കാണില്ല, പക്ഷെ ഒഴിവുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഒക്കെ. അതുകൊണ്ട് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒഴിവുണ്ടാവണമെന്ന് നിർബന്ധമില്ല, ഒഴിവില്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ട്രാൻസ്ഫറിന് കൊടുത്തു, ഓക്കെ, ദെൻ ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി, നിർബന്ധമായിട്ടും നിങ്ങൾ ട്രാൻസ്ഫർ വഴി കിട്ടിയ സ്ഥാപനത്തിൽ ആ കോഴ്സിൽ ചേരേണ്ടി വരും. ട്രാൻസ്ഫർ കൊടുത്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇവിടെ തന്നെ മതിയായിരുന്നു, അവിടേക്ക് പോകേണ്ടതില്ല, ഞാൻ അവിടേക്ക് പോകുന്നില്ല, അത് നിങ്ങൾക്ക് മാറ്റി പറയാൻ കഴിയില്ല. ഇത്രയും കാര്യങ്ങളാണ് +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ആവർത്തിച്ചു പറയുകയാണ്, 1 സപ്ലിമെന്ററി അപ്ലിക്കേഷൻ, 2 സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് ട്രാൻസ്ഫർ. ഇനി നിങ്ങൾ +1 ജോയിൻ ചെയ്ത ആൾക്കാരാണ്, സയൻസ് ലഭിച്ചവരുണ്ടാവും, കൊമേഴ്സ് ലഭിച്ചവരുണ്ടാവും, ഹ്യൂമാനിറ്റീസ് ലഭിച്ചവരുണ്ടാവും, സയൻസ് ഇഷ്ടപ്പെട്ട് സയൻസ് തിരഞ്ഞെടുത്തവരുണ്ടാവും, സയൻസ് ഇഷ്ടപ്പെട്ട് സയൻസ് കിട്ടാതെ കൊമേഴ്സ് തിരഞ്ഞെടുത്തവരുണ്ടാവും, അതുപോലെ തന്നെ സയൻസോ കൊമേഴ്സോ ആഗ്രഹിച്ച് കിട്ടാതെ ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ ട്രാൻസ്ഫർ സമയത്ത് ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട സ്ഥാപനം ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കണമെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ജോലി ആദ്യം തിരഞ്ഞെടുക്കണം. ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുത്താൽ അതിനനുസരിച്ച് ഇഷ്ടപ്പെട്ട കോഴ്സ്, അനുയോജ്യമായ കോഴ്സ് തിരഞ്ഞെടുക്കുക. ദെൻ ഇഷ്ടപ്പെട്ട സ്ഥാപനവും നമ്മൾ നോക്കണം. ഇഷ്ടപ്പെട്ട സ്ഥാപനം സ്വാഭാവികമായിട്ടും നല്ല ക്വാളിറ്റിയുള്ള സ്ഥാപനമായിരിക്കും. അപ്പൊ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും ഇഷ്ടപ്പെട്ട സ്ഥാപനവും ഒന്നിച്ചു വന്നിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ മുൻഗണന കൊടുക്കേണ്ടത് ഇഷ്ടപ്പെട്ട കോഴ്സിനാണ്, അല്ലാതെ ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ ഇഷ്ടപ്പെടാത്ത കോഴ്സ് പഠിക്കാനല്ല. ഐ റിപ്പീറ്റ്, ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ ഇഷ്ടപ്പെടാത്ത കോഴ്സ് പഠിക്കരുത്. ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് എവിടെയാണോ ലഭിക്കുന്നത് അവിടെ പോയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി +1 ജോയിൻ ചെയ്ത ആൾക്കാർ +2വിന് ശേഷം എന്ത് എന്ന് നേരത്തെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണ് എന്നെ കേൾക്കുന്ന അധിക പേരും, അവരുടെ രക്ഷിതാക്കളുമായിരിക്കും. അപ്പം ഇനി 2 വർഷം കഴിഞ്ഞിട്ടല്ലേ +2വിന് ശേഷമുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ, ഇപ്പോഴേ ശ്രദ്ധിക്കേണ്ടതില്ലല്ലോ എന്ന് ആരും വിചാരിക്കരുത്. 10ാം ക്ലാസ് കഴിഞ്ഞ നിങ്ങൾ കുട്ടികൾ 12ന് ശേഷം എന്ത് എന്ന് ആദ്യം തീരുമാനിക്കണം. അതിനുശേഷമാണ് 10ന് ശേഷം എന്ത് തീരുമാനിക്കേണ്ടത്. ദെൻ +1 +2 പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, +2വിന് ശേഷമുള്ളതിലേക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുക. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചു, 10ാം ക്ലാസ് കഴിഞ്ഞ് ഡോക്ടർ ആവാൻ പഠിക്കാൻ കഴിയില്ല, 12ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ആവാൻ പഠിക്കാൻ കഴിയുക. 12ാം ക്ലാസ്സിന് ശേഷം ഡോക്ടർ ആവാൻ പഠിക്കണമെങ്കിൽ 10ന് ശേഷം സയൻസ് എടുക്കണം. ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ ആഗ്രഹിക്കുകയാണ്, ഓക്കെ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ല പോവുക, 12ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോവുക. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് സയൻസ് കഴിഞ്ഞ ആൾക്കും കൊമേഴ്സ് കഴിഞ്ഞ ആൾക്കും ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആൾക്കും ഒക്കെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ പോകാൻ പറ്റും. എന്ന് വിചാരിച്ച് സയൻസ് എടുത്തിട്ട് ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും സുവോളജിയും ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അയാൾക്ക് കൊമേഴ്സ് മാത്തമാറ്റിക്സ് കോമ്പിനേഷൻ ഒക്കെ എടുത്താൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. ഒരാൾ ഒരു ഹിസ്റ്ററി ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. സയൻസ് എടുത്ത ആൾക്കും കൊമേഴ്സ് എടുത്ത ആൾക്കും ഒക്കെ +2 ശേഷം ഹിസ്റ്ററി പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ 2 വർഷം അക്കൗണ്ടൻസിയോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസോ അല്ലെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒരു ഹിസ്റ്ററി ടീച്ചർ ആവാൻ. +2 ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു, +1 +2 നല്ലവണ്ണം ഹിസ്റ്ററി പഠിക്കുന്നു, ദെൻ വലിയ വലിയ എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതിയിട്ട് നല്ല നല്ല സ്ഥാപനങ്ങളിൽ BA ഹിസ്റ്ററിക്ക് പോകുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ അറിഞ്ഞിരിക്കണം ആഫ്റ്റർ +2 ദെൻ വാട്ട് നെക്സ്റ്റ്. നമുക്കറിയാം സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ദെൻ സയൻസ് എടുത്ത ഒരാൾ സയൻസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ട് 4 സാധ്യതകളുണ്ട്. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെഡിക്കലാണ്, MBBS, BDS, BHMS, BMS എന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റൊരു മേഖല എഞ്ചിനീയറിംഗ് ആണ്, ബിടെക് അല്ലെ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷനുകൾ. മറ്റൊന്ന് അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻ ആണ്, പൊതുവെ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ വരുന്ന ഡോക്ടർ വിഭാഗത്തിൽ അല്ലാത്ത ജോലികൾ, നഴ്സ് ആവുക, ഒപ്റ്റോമെട്രിസ്റ്റ് ആവുക, ലാബ് ടെക്നീഷ്യൻ ആവുക തുടങ്ങിയ ഓപ്ഷനുകൾ. മറ്റൊന്ന് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച സയൻസ് പഠിച്ചിട്ട് പോവുക, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എന്നൊക്കെ. ഒന്നുകിൽ നിങ്ങൾക്ക് ടീച്ചിങ്ങിലേക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസർച്ചിലേക്ക് പോവാം, ഗവേഷണം നടത്തി ഒരുപാട് കാലം വായിച്ചു പഠിച്ച് സയന്റിസ്റ്റ് ഒക്കെ ആവുന്ന വഴി. ഇതാണ് സയൻസ് എടുത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സയൻസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിലുള്ള ഓപ്ഷൻ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അത് മനസ്സിലാക്കാൻ സ്കൂളുകളിൽ നിങ്ങൾക്ക് 2 വർഷം അവസരമുണ്ട്. അതെങ്ങനെയെന്ന് ഞാൻ താഴെ പറയുന്നതാണ്. സയൻസ് കഴിഞ്ഞ ആൾക്ക് കൊമേഴ്സിലേക്ക് മാറാം, ഹ്യൂമാനിറ്റീസിലേക്ക് മാറാം. ദെൻ കൊമേഴ്സ് എടുത്ത ആൾക്ക് കൊമേഴ്സിലേക്ക് മുന്നോട്ട് പോവാം. ദെൻ സയൻസിന്റെ മുഴുവൻ മേഖലയിലേക്ക് മാറാൻ കഴിയില്ല, ഹ്യൂമാനിറ്റീസിന്റെ മുഴുവൻ മേഖലയിലേക്ക് മാറാനും പറ്റും. ഞാനിവിടെ പറയുന്നത് കൊമേഴ്സ് മേഖലയിലെ സാധ്യതകളാണ്. ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് എന്ന് പറയും. അക്കൗണ്ടന്റ് ആവുക, ഓഡിറ്റർ ആവുക, ടാക്സ് പ്രാക്ടീസ് ആവുക എന്നുള്ള വഴികളാണ്. മറ്റൊന്ന് മാനേജ്മെന്റ് ആണ്, അഡ്മിനിസ്ട്രേഷൻ, വലിയ വലിയ സ്ഥാപനങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്ക് പോകാനുള്ള വഴികളാണ്. അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിലേക്ക് ഒന്നാമത്തെ വഴി ചാർട്ടേഡ് കോഴ്സുകളാണ്. പൊതുവെ കോളേജുകളൊന്നും ഉണ്ടാവില്ല, കോച്ചിങ് സെന്ററിലൊക്കെ പോയിട്ട് പഠിക്കും. കുട്ടികൾ കേട്ടിട്ടുണ്ടാവും CA, CS, CMA, ACCA എന്നൊക്കെ പറഞ്ഞ്. ആൾക്കാർ പറയും എക്സാം ടഫാണ്, പാസ് പെർസെന്റേജ് കുറവാണ്, അവിടേക്ക് പോകണ്ട എന്നൊക്കെ. ശരിയാണ്, എക്സാം നല്ല ടഫാണ്, പാസ് പെർസെന്റേജ് നല്ല കുറവാണ്. പക്ഷെ ആർക്കും കിട്ടാത്ത ഒന്നല്ല ഈ CA, CS, CMA ഒക്കെ. നല്ല കഴിവുള്ള ആൾക്കാർ ഇഷ്ടമുണ്ടെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നേടി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ BCom പോവാം, അക്കൗണ്ടന്റ് ആവാം. മാനേജ്മെന്റ് മേഖലയിലേക്ക് ഒന്നാമത്തെ വഴി +2 കഴിഞ്ഞ് നേരിട്ട് MBA ഒക്കെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. IPM എന്നാണ് ഇതിന് പറയാ, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. ഇത് സ്ഥാപനങ്ങൾ കുറവാണ്, ഫീസ് കൂടുതലാണ്, വലിയ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതണം. ശ്രമിക്കാം. ഇൻ കേസ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാ ഡിഗ്രിക്ക് പോവാ, ദെൻ MBA ചെയ്യുക. ഇതാണ് കൊമേഴ്സിന്റെ വലിയ 2 ലോകം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് പ്രൊവിഷൻസ് സ്കൂളുകളിൽ ഉണ്ടാവും. അതിനെക്കുറിച്ച് താഴെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, മറ്റൊരു ലോകമാണ് ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് മേഖല. സയൻസ് എടുത്തവർക്കും വരാം, കൊമേഴ്സ് എടുത്തവർക്കും വരാം, ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കും വരാം. കേട്ടിട്ടുണ്ടാവും ജേർണലിസം, പത്രപ്രവർത്തന മേഖല, ലീഗൽ സ്റ്റഡീസ്, നിയമപഠന മേഖല, സൈക്കോളജി, മനഃശാസ്ത്ര മേഖല, സോഷ്യൽ വർക്ക് പഠിക്കുക, ഭാഷാ പഠനം, ടീച്ചിങ് ഉണ്ട്, ഫൈനാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മേഖലകൾ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ മേഖലയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ സ്കൂളുകളിൽ +1 +2 കാലഘട്ടത്തിൽ ഉണ്ടാവും. അതെന്തെല്ലാമാണ് എന്ന് താഴെ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഹയർ സെക്കൻഡറിയിലുള്ള സംവിധാനത്തിന് പറയുന്ന പേരാണ് CG&AC. CG&AC എന്ന് പറഞ്ഞാൽ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ. ഓക്കെ, ഇത് ഗവൺമെന്റ് ഓഫ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഹയർ സെക്കൻഡറി വിങ്ങിലുള്ള ഒരു സംവിധാനമാണ്. ഇതിന് 2 ഭാഗമുണ്ട്. ഫസ്റ്റ് വൺ CG, കരിയർ ഗൈഡൻസ്. പേരിൽ തന്നെ ഉണ്ട്, കോഴ്സുകളെ കുറിച്ചും സ്ഥാപനങ്ങളെ കുറിച്ചും തൊഴിൽ സാധ്യതകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന സംവിധാനം. രണ്ടാമത്തത് AC, അഡോളസന്റ് കൗൺസിലിംഗ് സെൽ. കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് എന്തെങ്കിലും സാമൂഹികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൗൺസിൽ ചെയ്ത് സോൾവ് ചെയ്യുന്ന സംവിധാനമാണ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ. ഈ രണ്ടാമത് പറഞ്ഞ AC, അഡോളസന്റ് കൗൺസിലിംഗ് സെൽ, എല്ലാ സ്കൂളുകളിലും സൗഹൃദ ക്ലബ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സൗഹൃദ ക്ലബ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നാളെ ക്ലാസ് തുടങ്ങിയ ഉടനെ ആരാണ് കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ, ആരാണ് സൗഹൃദ ക്ലബ് കോർഡിനേറ്റർ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. കാരണം വിദ്യാഭ്യാസത്തിന് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നല്ലൊരു ജോലി നേടുക എന്നുള്ളതാണ്.
നല്ല ഒരു ജോലി നേടണമെങ്കിൽ നേരത്തെയുള്ള പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഒക്കെ ഉണ്ടാവണം. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞു വലിയ ഒരു ലോകത്തേക്ക് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ തിരിഞ്ഞു പോകുന്ന നിങ്ങൾ എന്താണ് കോഴ്സ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഉപയോഗപ്പെടുത്തണം. ആ സംവിധാനങ്ങൾ എന്ത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അത് നാളെ മുതൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തി തുടങ്ങുക. 2 വർഷം ആ സംവിധാനങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് കഴിയും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കരിയർ പ്രയാണം എന്നൊരു വെബ്സൈറ്റ്. ഗവൺമെന്റ് ഓഫ് കേരള കരിയർ ഗൈഡൻസ് സെല്ല്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഈ ഹയർ സെക്കൻഡറി വിങ്, യൂണിസെഫുമായി സഹകരിച്ചുണ്ടാക്കിയ ഒന്നാണ് കരിയർ പ്രയാണം. ഓക്കെ, ഇതിന്റെ സൈറ്റ് അഡ്രസ് ഇതിലുണ്ട്, careerprayanam.education.kerala.gov.in. ഇതിൽ കയറിയാൽ നിങ്ങൾക്ക് ഒരുപാട് ജോലികളെ കുറിച്ച്, അതിനുവേണ്ട കോഴ്സുകളെ കുറിച്ച്, അതിനുവേണ്ട യോഗ്യതകളെ കുറിച്ച്, അവിടെ ഉണ്ടായിരിക്കേണ്ട വ്യക്തിത്വ ഗുണങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ ആ ജോലിയിൽ പ്രവേശിച്ചാൽ മുന്നോട്ട് എന്തെല്ലാം മേഖലകളിലേക്ക് ഉയർന്നു പോകാൻ പറ്റും, കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ സെഷൻ കഴിഞ്ഞിട്ട് കരിയർ പ്രയാണം എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ദെൻ കരിയർ ഗൈഡൻസ് സെല്ല് ഈ രീതിയിൽ സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന സിജി, സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യയുടെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് ഒരുപാട് കരിയർ ഇൻഫർമേഷൻ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. ദെൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ CG&AC-യിലുള്ള മറ്റൊരു ആക്ടിവിറ്റിയാണ് കരിയർ FM. കരിയർ FM എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കരിയർ ബ്രോഡ്കാസ്റ്റ് ആണ്. അത് ഒരു ഓഡിയോ ഫോർമാറ്റിലായിരിക്കും അവ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. എല്ലാ തിങ്കളാഴ്ചകളിലും അതുപോലെ തന്നെ ബുധനാഴ്ചകളിലുമാണ് ഇത് ഉണ്ടാവുക. രാവിലെ ഫസ്റ്റ് അവർ പീരീഡ് തുടങ്ങുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഫസ്റ്റ് പീരീഡ് തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിരിക്കും ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു കോഴ്സിനെ കുറിച്ചോ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ കുറിച്ചോ, ഏതെങ്കിലും ഒരു തൊഴിൽ സാധ്യതയെ കുറിച്ചോ ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണിത്. ഇതിന്റെ പ്രിന്റഡ് നോട്ട് നിങ്ങൾക്ക് കരിയർ നോട്ടീസ് ബോർഡിൽ നിന്നും കാണാനും പറ്റും. ഇതാണ് കരിയർ എഫുമായി ബന്ധപ്പെട്ട് ചുരുക്കി പറയാനുള്ളത്. ദെൻ മറ്റൊന്നാണ് ഡെയിലി ഡോസ് എന്നുള്ള ഒരു ആക്ടിവിറ്റി. എല്ലാ ദിവസങ്ങളിലും സ്കൂളിലെ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ്, ഒരു ന്യൂസ് നിങ്ങൾക്ക്, അത് ഏതെങ്കിലും ഒരു GK, പൊതുവിജ്ഞാനം അല്ലെങ്കിൽ കറന്റ് അഫയർ, ആനുകാലിക വിഷയവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മാസത്തിൽ ടെസ്റ്റ് ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെ സ്കൂളിൽ നടത്തുന്നതാണ്. അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് എക്സാംസ്, മത്സര പരീക്ഷകൾ ഉണ്ടാവും. തൊഴിലിനുള്ള പരീക്ഷ ഉണ്ട്, പഠനത്തിനുള്ള പരീക്ഷയുണ്ട്. പഠനത്തിനുള്ള പരീക്ഷയ്ക്ക് പൊതുവെ നമ്മൾ പ്രവേശന പരീക്ഷ എന്നാ പറയാ, എൻട്രൻസ് എക്സാം. ജോലിക്കുള്ളതിന് പൊതുവെ നമ്മൾ പറയാം മത്സര പരീക്ഷ എന്നാ പറയാ, കോമ്പറ്റീറ്റീവ് എക്സാംസ്. അതിലേക്കൊക്കെ ഉപകാരപ്പെടും. ദിവസവും ഈ രീതിയിൽ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മനസ്സിലാക്കിയ, ഇതിനാണ് ഡെയിലി ഡോസ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് KDAT, കേരള ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. കുട്ടികളുടെ ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇഷ്ടം നോക്കണം, സംശയമല്ല. ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ, കഴിവും നോക്കണം. കഴിവിന് പറയുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി. ഇത് തിരിച്ചറിയാൻ ഒരുപാട് സൈക്കോമെട്രിക് ടൂൾസ് ഓൾ ഓവർ ദി വേൾഡ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പൊതുവെ പറയുന്ന പേരാണ് DAT, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. കേരള ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഹയർ സെക്കൻഡറി വിങ് കരിയർ ഗൈഡൻസ് സെൽ സ്വന്തമായിട്ട് ഒരു ടൂൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് KDAT, കേരള ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സംസ്ഥാനത്തെ കുറച്ച് സ്കൂളുകളിൽ അതുണ്ട്. അത് നിങ്ങളുടെ സ്കൂളിലുണ്ടോ, നിങ്ങളുടെ സമീപത്തെ സ്കൂളുണ്ടോ എന്നൊക്കെ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടെസ്റ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ടെസ്റ്റിന്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടതൊക്കെ പറഞ്ഞു തരും. ദെൻ ടെസ്റ്റ് നടത്തും, ഒരു ഓൺലൈൻ ടെസ്റ്റ് ആണ്. ടെസ്റ്റ് കഴിഞ്ഞാൽ പാരന്റ്സ് ആയതും നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു കൗൺസിലിംഗ് ഉണ്ടാവും. നിങ്ങൾക്ക് ഏതെല്ലാം മേഖലകളിൽ കഴിവ് കൂടുതലുണ്ട്, ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾക്ക് കഴിവ് കുറവാണ്, നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ കഴിവും മാച്ച് ചെയ്യുന്നുണ്ടോ, ഇഷ്ടവും കഴിവും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകാനുള്ള കോഴ്സുകൾ ഏത്, സ്ഥാപനങ്ങൾ ഏത്, എൻട്രൻസ് എക്സാംസ് ഏത് എന്നൊക്കെ വളരെ വിശദീകരിച്ച് കൗൺസിലിംഗിൽ പറഞ്ഞു തരും. ഓക്കെ, ഇതേപോലെ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന CIGI, സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യക്കും സ്വന്തമായിട്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതിന് പറയാം CDAT എന്നാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ cgcareer.com എന്ന വെബ്സൈറ്റിൽ നിന്നും കിട്ടും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഹയർ സെക്കൻഡറിയിലുള്ള കരിയർ ഗൈഡൻസ് സെല്ലിന്റെ ആഭിമുഖ്യത്തിലുള്ള മറ്റൊരു പ്രോഗ്രാമാണ് ദിശ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ. ദിശ നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് കാണിച്ചു തരുന്ന വലിയ ഒരു ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ ആണ് ദിശ.
ഇത് സ്റ്റേറ്റ് ലെവലിൽ ഒരു പ്രോഗ്രാം ഉണ്ടാവും. അതുപോലെ തന്നെ മുഴുവൻ വിദ്യാഭ്യാസ ജില്ലകളിലും ഓരോ പ്രോഗ്രാം ഉണ്ടാവും. 40-ലധികം വിദ്യാഭ്യാസ ജില്ലകളുണ്ട് സംസ്ഥാനത്ത്, അവിടൊക്കെ പ്രോഗ്രാം ഉണ്ടാവും. ഇന്ത്യയിലെ അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ് ഇവിടെ വരിക. IIT-കള്, IIM-കള്, NIT-കള്, ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ, അവിടുത്തെ ഫാക്കൽറ്റി ഒക്കെ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, നേരിട്ടുള്ള വിവരം കോഴ്സുകളെ കുറിച്ച്, സ്ഥാപനങ്ങളെ കുറിച്ച്, തൊഴിൽ സാധ്യതകളെ കുറിച്ചൊക്കെ ലഭിക്കാൻ ഈ ഒരു എക്സ്പോ നിങ്ങൾക്ക് സഹായിക്കും. സ്കൂളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്താൻ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് കരിയർ ഹാൻഡ് ബുക്ക്. നിങ്ങൾ ജോയിൻ ചെയ്ത സ്കൂളിൽ, ഗവൺമെന്റ് സ്കൂൾ ആണെങ്കിലും ഗവൺമെന്റ് എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളാണെങ്കിലും ഒക്കെ ലൈബ്രറിയിൽ കരിയർ ഹാൻഡ് ബുക്ക് എന്നൊരു ബുക്ക് ഉണ്ടാവും. വലിയൊരു ബുക്കാണ്. അതിൽ ഒരുപാട് കോഴ്സുകളെ കുറിച്ചും സ്ഥാപനങ്ങളെ കുറിച്ചും എൻട്രൻസ് എക്സാംസിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് വിവരങ്ങൾ വായിച്ച് നോക്കാൻ പറ്റും. ഓക്കെ, കരിയർ ഹാൻഡ് ബുക്ക്. ദെൻ സ്കൂളുകളിൽ കരിയർ ക്ലിനിക് ഉണ്ടാവും. സ്കൂളിലെ കരിയർ ഗൈഡ് ഒരു സ്ഥലത്തിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് പേഴ്സണലായിട്ട് ഇൻഡിവിജ്വൽ കൗൺസിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ആ സംവിധാനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ക്ലാസ്സിൽ നിന്നും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ക്ലാസ് സ്റ്റാഫ് റൂമിൽ നിന്നൊക്കെ പൊതുവെ ചോദിക്കാൻ നിങ്ങൾക്ക് മടി ഉണ്ടാവാം. ഇത്തരം സംബന്ധങ്ങൾക്ക് നിങ്ങൾക്ക് കരിയർ ഗൈഡിനെ ഇൻഡിവിജ്വലായിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതിനാണ് കരിയർ ക്ലിനിക് എന്ന സംവിധാനം ഉള്ളത്. അതുപോലെ കരിയർ വാൾ ഉണ്ട്, അല്ലെങ്കിൽ കരിയർ കോർണർ ഉണ്ട്. കരിയർ ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞല്ലോ, കോഴ്സുകളെ കുറിച്ച്, സ്ഥാപനങ്ങളെ കുറിച്ച്, തൊഴിൽ സാധ്യതകളെ കുറിച്ച്, അത്തരം വിവരങ്ങളൊക്കെ സ്കൂളിലെ കരിയർ നോട്ടീസ് ബോർഡിൽ ഉണ്ടാവും. അതിന് പൊതുവെ കരിയർ വാൾ എന്നാണ് പറയുന്നത്. അതും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് 2 വർഷം നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ദെൻ മറ്റൊന്നാണ് കരിയർ ഗൈഡൻസ് സെല്ലിന് യൂട്യൂബ് ചാനൽ ഉണ്ട്. CG&AC എന്ന് നിങ്ങൾക്ക് യൂട്യൂബ് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് കോഴ്സുകളെ കുറിച്ചും സ്ഥാപനങ്ങളെ കുറിച്ചും എൻട്രൻസ് എക്സാംസിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കാണാൻ പറ്റും. CG&AC എന്നാണ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യേണ്ടത്. ദെൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, സ്കൂളുകളിൽ കരിയർ ഗൈഡ്, കരിയർ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓക്കെ, കരിയർ ക്ലബ്. അവിടെയും ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ ദിവസവും കോഴ്സുകളെ പരിചയപ്പെടുത്തുന്ന വിവരങ്ങൾ, സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തുന്ന വിവരങ്ങൾ, അതുപോലെ തന്നെ പ്രവേശന പരീക്ഷകളെ പരിചയപ്പെടുത്തുന്ന വിവരങ്ങൾ, അതുപോലെ തന്നെ ഏതെങ്കിലും മത്സര പരീക്ഷയിലൊക്കെ വലിയ റാങ്ക് നേടിയ ആൾക്കാരുമായിട്ടുള്ള ഇന്റർവ്യൂ, അവരുടെ സ്റ്റഡി ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് എക്സാം ഒക്കെ എഴുതി ക്ലിയർ ചെയ്ത് ലക്ഷങ്ങളും കോടികളും ഒക്കെ സ്കോളർഷിപ്പ് വാങ്ങി വിദേശത്തൊക്കെ പഠിക്കുന്ന കുട്ടികളുമായിട്ടുള്ള ഇന്റർവ്യൂ, അവരുടെ സംസാരമൊക്കെ നിങ്ങൾക്ക് അതിൽ വായിക്കാൻ പറ്റും. ഇതാണ് കരിയർ ക്ലബ് എന്നുള്ള ആക്ടിവിറ്റി. ഓക്കെ, ദെൻ സിജിയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ cg.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞ് ഈ ഒരു പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, സപ്ലിമെന്ററി അപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്ഫർ. 2, നിങ്ങൾ സ്കൂളിൽ ജോയിൻ ചെയ്താൽ അവിടെ കരിയർ ഗൈഡൻസ് സെല്ലിന്റെ ആക്ടിവിറ്റീസ് എന്തെല്ലാമാണ് എന്ന്. ആദ്യം പറഞ്ഞ 2 എണ്ണം പെട്ടെന്ന് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. പിന്നീട് പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് 2 വർഷം ഉണ്ടാവും. അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് നല്ല ഒരു അക്കാദമിക് ലൈഫ്, തുടർന്ന് കരിയർ ലൈഫ് ആശംസിച്ചുകൊണ്ട് എന്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ഇനി കുട്ടികൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ഇനി വിശദീകരിച്ചു പറയാത്ത കാര്യങ്ങൾ, അതായത് കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട്, കോഴ്സുകളുമായി ബന്ധപ്പെട്ട്, സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതുമാവാം. ആദ്യം ചോദിക്കേണ്ടത് പ്രസന്റ് ചെയ്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഈ ചോദ്യം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണം. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ചോദിച്ച ആൾക്ക് വ്യക്തമാക്കാൻ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുന്നതാണ് നല്ലത്. ഇനി ആർക്കെങ്കിലും വലിയ പ്രയാസം അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്താലും മതി. അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഹലോ സർ, കേൾക്കുന്നുണ്ടോ? യെസ് സർ, ഇപ്പോൾ സപ്ലിമെന്റ് കേൾക്കാം. ഡേറ്റ് എന്നാണ് വരുന്നത്? ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഇന്നലെയാണ് വൈകുന്നേരം 5 മണി വരെയായിരുന്നു സമയം ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം ഇന്ന് പൊതു അവധിയാണല്ലോ. അപ്പൊ അതിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഏതെല്ലാം സ്കൂളുകളിൽ ഏതെല്ലാം കോഴ്സിന് എത്രയെല്ലാം സീറ്റ് ഉണ്ട് എന്നൊക്കെ ക്ലിയർ ആവണം. അതിനുശേഷം സപ്ലിമെന്ററി അപ്ലിക്കേഷൻ വിളിക്കുക.
ഒരു തിങ്കൾ ചൊവ്വ ദിവസങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ടല്ലേ? ഓക്കെ. ഇപ്പൊ എല്ലാ സ്കൂളിലും കുറച്ച് ഒഴിവുകൾ ഉണ്ടാവോ? ഒഴിവുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഈ വർഷം 3rd അലോട്ട്മെന്റിന് ശേഷമാണ് കമ്മ്യൂണിറ്റി അലോട്ട്മെന്റ് നടന്നത്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയ ആൾക്കാരൊക്കെ അവിടേക്ക് പോയിട്ടുണ്ടാവും. അവർക്കൊക്കെ മിക്കവാറും 3rd അലോട്ട്മെന്റിൽ സിംഗിൾ വിൻഡോയിലും കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അധിക സ്കൂളുകളിലും കുറഞ്ഞ സീറ്റുകൾ സിംഗിൾ വിൻഡോ പ്രകാരം ഒഴിവുണ്ടാവും. അതിലേക്ക് സപ്ലി അപ്ലിക്കേഷൻ വരും. കമ്മ്യൂണിറ്റി അലോട്ട്മെന്റ് പിന്നെ സിംഗിൾ വിൻഡോയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? കമ്മ്യൂണിറ്റി അപ്ലിക്കേഷൻ സിംഗിൾ വിൻഡോയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. HSCAP ഇല്ല. അത് രണ്ടും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ സാർ, ഒറ്റ കാര്യം കൂടി, ഒരു വെബ്സൈറ്റിന്റെ പേര് പറഞ്ഞത് നോട്ട് ചെയ്യാൻ പറ്റിയില്ല. 1-2 വെബ്സൈറ്റിന്റെ എങ്ങനെ 1-2 വെബ്സൈറ്റിന്റെ പേര് പറഞ്ഞിരുന്നു കരിയർ ഗൈഡൻസിന്റെ. ഒന്ന് കരിയർ പ്രയാണം. കരിയർ പ്രയാണം. ഓക്കെ. കരിയർ പ്രയാണം kerala.education.gov.in. മറ്റൊന്ന് സിജിയുടെ ആപ്റ്റ്യൂഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ CGCareer.com. ഓക്കെ. ഈ കരിയർ പ്രയാണം എന്ന് പറയുന്നത് കേരള എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ളതാണ്. ഓക്കെ, താങ്ക് യു. വേറെ ഹലോ യെസ്, ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ചോദിക്കാൻ ശ്രമിക്കുന്ന നേരത്തെ ക്ലിയർ അല്ലായിരുന്നു, ഇപ്പം കേൾക്കുന്നുണ്ട്. സാർ, ഈ ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞല്ലോ. ട്രാൻസ്ഫർ എങ്ങനെയാ? അത് ഈ സപ്ലിമെന്ററി കഴിഞ്ഞിട്ടാണ്, സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടാണ് അത് വരിക. അപ്പൊ അത് നമ്മൾ ഇതുപോലെ തന്നെ ഓൺലൈൻ അപ്ലൈ ചെയ്യണോ, അല്ലെങ്കിൽ അതാത് സ്കൂളിൽ പോയിട്ട് അന്വേഷിക്കലാണോ? എങ്ങനെയാ അതിന്റെ പ്രോസസ്സ് വരുന്നത്? സ്കൂളിൽ അനൗൺസ് ചെയ്യും, സ്കൂളിൽ പറയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ആഗ്രഹമുള്ള സ്കൂളെല്ലാം അവിടെ ആയിട്ട് ബന്ധപ്പെടുക. സ്കൂളിൽ ഇപ്പൊ അറിയിക്കുന്നില്ലല്ലോ. അല്ല, ട്രാൻസ്ഫർ കിട്ടേണ്ട ആള് സ്കൂളിൽ ജോയിൻ ചെയ്ത ആളായിരിക്കുമല്ലോ. അന്നപ്പോ ആ കുട്ടി സ്കൂൾ ഉണ്ടല്ലോ, അന്ന് പിന്നെ വേറെ പ്രയാസമൊന്നുമില്ലല്ലോ. അല്ല, ട്രാൻസ്ഫർ ചെയ്യേണ്ട കുട്ടി ഇപ്പൊ ജോയിൻ ചെയ്തു സ്കൂളിൽ, പക്ഷെ ആ സ്കൂൾ ഇവന് ഇഷ്ടമല്ല. ആ ഗ്രൂപ്പ് സയൻസ് ഗ്രൂപ്പാണ്, CS ആണ്. അത് വേറെ ഏതെങ്കിലും സ്കൂളിൽ ഉണ്ടോ, അതിന്റെ വേക്കൻസി ഉണ്ടോ ഇല്ല എന്നുള്ളത് സ്കൂളിൽ പോയാലേ അത് ക്ലിയർ ചെയ്യാൻ കഴിയുള്ളൂ. സ്കൂളിൽ പോയാലും നിർബന്ധമാണ്. അതാത് സ്കൂളിൽ പോകണം അല്ലേ? അഡ്മിഷൻ ഓരോ സ്കൂൾ. ഓക്കെ. ശരി, ഓക്കെ, താങ്ക്സ് സാറേ. നമസ്തേ, ഞാൻ അരുൺ എന്നാണ് എൻ്റെ പേര് സാറേ. അതായത് ഹലോ, കേൾക്കാവോ സാറേ? കേൾക്കുന്നുണ്ട് സാറേ. അതായത് നമ്മളിപ്പം ഈ സപ്ലിമെന്ററി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മോന് വേണ്ടിയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നോർമലി സാറ് പറഞ്ഞ പോലെ സപ്ലിമെന്ററി പിന്നെ അനൗൺസ് ചെയ്തതിന് ശേഷം നമ്മൾ റീഅറേഞ്ച് ചെയ്ത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിനു ശേഷമാണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പൊ സെക്കൻഡ് ഇയറിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ സാറേ? +1 കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ വേറെ സ്കൂളിലേക്ക് മാറുന്ന ചോദിക്കുന്നത്? മാറാൻ അങ്ങനെ എന്തെങ്കിലും സംവിധാനം? ഏതെങ്കിലും സ്കൂൾ ഒഴിവുണ്ടെങ്കിൽ മാറാൻ പറ്റുമില്ലേ സാറേ? അതിന് അങ്ങനെ അപ്ലൈ ചെയ്ത എല്ലാവരുടെയും മെറിറ്റ് നോക്കിയിട്ടാണ് അത് കിട്ടുക. വേറെ ആൾക്കാരുണ്ടാവാം. മനസ്സിലായി സാർ. സാർ, അതുപോലെ വേറെ പ്രൊവിഷൻ ഉണ്ട്, നോ പ്രോബ്ലം. ഓക്കെ സാർ, താങ്ക് യു. സാറേ, വേറെ കാര്യം ചോദിക്കും. അതായത് നമ്മളിപ്പം ഈ റീഅറേഞ്ച്മെന്റ് ചെയ്യാതെ, ഫോർ എക്സാമ്പിൾ ഈ നോർമലി ഇപ്പം ആസ് സച്ച് ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ആ രീതിയിലാണേലും അതനുസരിച്ചിട്ട് ഈ അലോട്ട്മെന്റ് വരത്തില്ല. നമ്മൾ റീഅറേഞ്ച്മെന്റ് മസ്റ്റ് അല്ലേ ഇതിനകത്ത്? അതെ, പുതുക്കുക എന്നുള്ള പണി നിർബന്ധമാണ്. റീഅറേഞ്ച് ചെയ്തിട്ടില്ലെങ്കിലും പുതുക്കണം, റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം എന്താന്ന് വെച്ചാൽ സപ്ലി അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സമയത്ത് ഒഴിവിനനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി സാർ. അത് നിങ്ങൾ ഓൾറെഡി കൊടുത്ത എല്ലാ സ്കൂളിലും ഒരു സീറ്റ് ഒഴിവുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് അറേഞ്ച്മെന്റ് ഒരു പക്ഷേ വേണ്ടി വരില്ല. പക്ഷെ അത് നിങ്ങൾ പുതുക്കുക എന്നുള്ള പണി നിങ്ങൾ ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. പരിഗണിക്കുള്ളൂ. മനസ്സിലായി സാർ. സാർ, അതുപോലെ വേറെ കാര്യം ചോദിച്ചത്, ഈ ഒഴിവുള്ള സ്കൂളിന്റെ ലിസ്റ്റ് ആണോ വരുന്നത്? അതെങ്ങനെയാണ് സാർ അതിന്റെ ലിസ്റ്റ്? HSCAP വരും. ഇപ്പൊ നിങ്ങൾ സിംഗിൾ വിൻഡോ പ്രകാരം അലോട്ട്മെന്റ് ഒക്കെ നോക്കുന്ന ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത HSCAP അതിൽ വരും. ഇല്ലേ സാർ? ഓക്കെ സാർ.
ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. വെൽക്കം വെൽക്കം വെൽക്കം. ഹലോ സർ, യെസ്, നമ്മൾ ട്രാൻസ്ഫറിന് കൊടുക്കുന്ന സമയത്ത് ടെമ്പററി ആയിട്ട് ചേർന്ന സ്കൂളിലാണോ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്? ട്രാൻസ്ഫർ നോക്കുന്നുണ്ടെന്ന് ഇപ്പോൾ പറയുന്നത്. ടെമ്പററി എന്നൊരു സംഗതി ഇപ്പോൾ ഇല്ലല്ലോ. ഇന്നലെ ആ, വൈകുന്നേരം 5 മണി മുതൽ ഓക്കെ ടെമ്പററി നമ്മൾ ഇല്ല. അഡ്മിഷൻ എടുത്ത സ്കൂളിലാണോ നമ്മൾ അന്വേഷിക്കേണ്ടത്? യെസ്, അപ്പൊ അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതിയോ, അതല്ലെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും ഓൺലൈനായിട്ട് ചെയ്യേണ്ടതുണ്ടോ? സ്കൂളിൽ നിന്ന് അനൗൺസ് ചെയ്യുന്നത് പ്രകാരം കാര്യങ്ങൾ ചെയ്യണം. സ്കൂളിൽ നിന്ന് ഓക്കെ. അനൗൺസ് ചെയ്യും. ക്ലാസ് തുടങ്ങി ഒരാഴ്ചയൊക്കെ കഴിയും. ആ, അപ്പൊ എന്നപ്പം നമുക്ക് എത്ര സ്കൂളിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫറിന് കൊടുക്കാൻ പറ്റുക? ഇത്രയും കൊടുക്കാം. അപ്പൊ നമ്മൾ HS ക്യാപ്പില് നമ്മൾ ചെയ്തിട്ടുള്ള സ്കൂൾ, സെലക്ട് ചെയ്തിട്ടുള്ള സ്കൂളുകൾ അല്ലാത്ത സ്കൂളുകളിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റൂലേ സർ? ഓ, ഓക്കെ ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ പ്രകാരമാണ് ഇപ്പോൾ സ്കൂൾ കിട്ടിയതെങ്കിൽ, കോഴ്സ് കിട്ടിയതെങ്കിൽ അവരെ ട്രാൻസ്ഫർ പരിഗണിക്കാൻ സാധ്യതയല്ല കേട്ടോ. അല്ല, ഫസ്റ്റ് ഓപ്ഷൻ. നമുക്ക് 11ാമത്തെ ഓപ്ഷനാ കിട്ടിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, നോ അപ്പം പ്രോബ്ലം. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ. ഇതിന് ഇപ്പൊ ഇപ്പൊ അൺഎയ്ഡഡ് സ്കൂളിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഓപ്ഷൻ അൺഎയ്ഡഡ് സ്കൂളും ഓപ്പൺ സ്കൂളിങ്ങുമാണ്. അതിന് പ്രത്യേകിച്ച് ടൈം ഉണ്ടോ സാറേ? അതിനൊരു അതായത് ഇത്ര നാള് വരെ ഇതിനുള്ളിൽ രജിസ്ട്രേഷൻ വന്നിരിക്കണം, അങ്ങനെ വല്ല സമയമുണ്ടോ സാറേ? അതുണ്ടാവും. ഈ അൺഎയ്ഡഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആണ്, അംഗീകരിച്ച സ്കൂളുകളാണല്ലോ. മനസ്സിലായി. അവിടെ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രകാരം ഉണ്ട്, നിങ്ങൾ ചെയ്യണം. ഓക്കെ സാർ. ഈ 2 ഓപ്ഷൻ അല്ലേ ഉള്ളൂ സാറേ? സപ്ലിമെന്ററി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഓപ്പൺ സ്കൂളിംഗും ഈ ഓപ്പൺ സ്കൂൾ 2 ഉണ്ട്. സ്കോൾ കേരള എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് ഓഫ് കേരള ഉണ്ട്. അതുപോലെ നിയോസ് എന്ന് പറഞ്ഞ നാഷണൽ ലെവൽ ഉണ്ട്, NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ. 2 ഓപ്ഷൻ. ഓപ്പൺ ഈ 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ സാർ? ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. നമ്മൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ നമ്മൾ പെർമനന്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്ഥലത്ത് നിന്ന് അപ്പോൾ നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവിടെ വേക്കൻസി ഉണ്ടോ എന്ന് അവിടെ പോയി അന്വേഷിക്കണോ? വേണ്ട, വേക്കൻസിയുടെ ആവശ്യമില്ല. ഞാൻ പ്രസന്റേഷനിൽ പറഞ്ഞല്ലോ, നിങ്ങൾ A എന്ന സ്കൂളിൽ ജോയിൻ ചെയ്തു, B എന്ന സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുവെങ്കിൽ B എന്ന സ്കൂളിൽ ഒഴിവുണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആ B എന്ന സ്കൂളിൽ നിന്നും ഒരാള് ഒരുപക്ഷെ സിയിലേക്കോ ഡിയിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ട് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ ഒഴിവ് ആവശ്യമില്ല. അപ്പൊ ട്രാൻസ്ഫറിന് ഓൾ കേരള ബേസിൽ വിളിക്കും അത് അല്ലേ? അത് ജില്ലാടിസ്ഥാനത്തിലെ ട്രാൻസ്ഫർ പറ്റുള്ളേ. ജില്ലാടിസ്ഥാനത്തിൽ വിളിക്കുന്ന സമയത്ത് പത്രത്തിൽ കൂടെ നമ്മൾ അറിയും ട്രാൻസ്ഫറിന് വിളിച്ചു എന്നുള്ളത് അല്ലേ? പേപ്പറിൽ ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ടത് സ്കൂളിൽ നിന്ന് അനൗൺസ് ചെയ്യുന്നതാണ് കുട്ടി ശ്രദ്ധിക്കേണ്ടത്. ഓരോ സ്കൂളിൽ നിന്നും അനൗൺസ് ചെയ്യുന്നത് അല്ലേ? അതെ. ട്രാൻസ്ഫർ ആഗ്രഹമുള്ളവർ കൊടുക്കണമെന്ന് ക്ലാസ് ടീച്ചർ പറയും, പ്രിൻസിപ്പൾ അനൗൺസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ സമയത്ത് എവിടെ നമുക്ക് ആഗ്രഹം വെച്ചാൽ അവിടെ കൊടുക്കുക. അവിടെ വേക്കൻസി ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കണ്ട അല്ലേ? വേണ്ട. ഓക്കെ, താങ്ക് യു സാർ. അത് ജോയിൻ ചെയ്ത സ്കൂളിൽ ആണ് കുട്ടി വിവരം പറയേണ്ടത്. അവിടെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട അധ്യാപകരുണ്ടാവും. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഹലോ. യെസ് സാറേ, എന്റെ മോന് CS കൊടുത്ത 5ാമത്തെ സ്കൂളാണ് കിട്ടിയത്. പക്ഷെ അവന് ഈ സ്കൂളിൽ തീരെ താല്പര്യമില്ല. സ്കൂളിന്റെ സറൗണ്ടിങ്സ് ഒന്നും അത്ര ഇതല്ല. അപ്പൊ അതിന് മേലെയുള്ള 4 സ്കൂളിൽ ഏത് കിട്ടിയാലും ഓക്കെ ആയിരുന്നു. അപ്പൊ ഈ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് പിന്നെ ഇപ്പൊ ചേർന്ന സ്കൂളിൽ മാഷത് അറിയിക്കുന്ന നേരം ജനറൽ ആയിട്ട് എല്ലായിടക്കും ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ ഒരു അപ്ലൈ ചെയ്താല് ആ 4 ഏത് സ്കൂളിൽ കിട്ടുമോ? എങ്ങനെയത്? ഏതാണോ ഇഷ്ടമുള്ള അത് മാത്രം കൊടുക്കുക. മുകളിൽ പറഞ്ഞ ഇഷ്ടം നിങ്ങളുടെ 1, 2, 3, 4 എന്ന് ഇഷ്ടമായിരിക്കുമല്ലോ. അതെ. ആ ഇഷ്ടം 1, 2, 3, 4 തന്നെയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതിൽ 3 വേണ്ടതില്ലെങ്കിൽ 1, 2, 4 കൊടുക്കുക. 1 മാത്രം മതിയെങ്കിൽ 1 മാത്രം കൊടുക്കുക. കിട്ടിയാൽ പോകൽ നിർബന്ധമാണ്. ട്രാൻസ്ഫർ ശ്രദ്ധിക്കുക. ആ 4 സ്കൂളിൽ കൊടുക്കുക നമുക്ക് എന്തായാലും അല്ലേ? അതുപോലെ ഇപ്പൊ ഈ +1 ബുക്സ് ഇന്നലെ ചേർന്ന സ്കൂൾ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ NCERTയും SCERTയും ഏതായാലും വാങ്ങാം. അങ്ങനെ അപ്പൊ ഈ ഗവൺമെന്റ് അണ്ടറിൽ എന്തുകൊണ്ട് 2 ടൈപ്പ് ബുക്സ് വരുന്നത്? NCERT സിലബസ്, SCERT സിലബസ് എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? 2 സെയിം ആണെന്ന് പറയുകയും ചെയ്യുന്നവര്.
രണ്ടെണ്ണം വരുന്നില്ലല്ലോ. NCERT എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെതല്ലേ. അപ്പൊ SCERT-യോ? SCERT സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. പക്ഷെ അവര് പറഞ്ഞു 2 ബുക്സും സെയിം ആണെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കോ, NCERT-ന്റെതോ അല്ലെങ്കിൽ SCERT-ന്റെതോ വാങ്ങാന്ന് പറഞ്ഞു. CBSE ആണ് NCERT. അപ്പൊ CBSE ബുക്കും സ്റ്റേറ്റ് ബുക്കും സെയിം ആണ് കണ്ടന്റ്. അതുകൊണ്ടാണ് ഏതും വാങ്ങാമെന്ന് പറഞ്ഞത്. അല്ലാതെ രണ്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് ഇറക്കുകയല്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഓക്കെ. അപ്പൊ ഏതിന്റെ വാങ്ങുന്നത് നല്ലതെന്ന് പറയുന്നത് NCERT-യോ? നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. രണ്ടും വാങ്ങാമെന്നല്ലേ പറഞ്ഞത്. രണ്ടും വാങ്ങാം. ഞാൻ ചോദിക്കുന്നത് NCERT-യും ബുക്സ് ഇറക്കുന്നുണ്ട്, SCERT-യും ബുക്സ് ഇറക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് SCERT ഇറക്കുന്ന ബുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല. അവരുദ്ദേശിച്ചത് SCERT ഗവൺമെന്റ് ഇറക്കിയ ബുക്കിന്റെ കണ്ടന്റ് വെച്ചിട്ട് പ്രൈവറ്റ് ഏജൻസികളുടെ ബുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പറഞ്ഞത്. ഇനി SCERT ബുക്ക് സ്കൂളിൽ നിന്ന് കിട്ടാൻ പ്രയാസം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി, സെയിം കണ്ടന്റ് അതേപോലെ കിട്ടും NCERT-യിൽ. ക്ലിയർ അല്ലേ? അപ്പൊ NCERT ഗവൺമെന്റ് ആണ്, SCERT ഗവൺമെന്റ് ആണ്. NCERT CBSE സെൻട്രൽ ആണ്, SCERT ഗവൺമെന്റ് ആണ്, സ്റ്റേറ്റ്. SCERT ഗവൺമെന്റ് സ്റ്റേറ്റ് ബുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അത് സ്കൂളിൽ കിട്ടേ ഉള്ളൂ. കണ്ടന്റ് സെയിം ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് രണ്ടും ആവാമെന്ന് പറഞ്ഞത്. അല്ലാതെ രണ്ട് ബുക്കും ഗവൺമെന്റ് ഇറക്കുന്നതല്ല. രണ്ടും ഡിറ്റോ ആണ്, രണ്ടും ഒരു വ്യത്യാസവും ഇല്ല. ചാപ്റ്റേഴ്സിലോ അല്ലെങ്കിൽ ഉള്ളടക്കത്തിലോ ഒന്നും വ്യത്യാസമില്ല. ഇല്ല. ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അത് പറയാൻ മാത്രമല്ല. അപ്പം സയൻസ് ഒക്കെ ആണെങ്കിൽ അതേപോലെ തന്നെയാണ് കംപ്ലീറ്റ്. കൊമേഴ്സിലൊക്കെ അക്കൗണ്ടൻസിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 പാർട്ട് ഉള്ളതിന്റെ പാർട്ടുകളുടെ വ്യത്യാസം മാത്രമാണ്, അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. അതും +1 കാര്യമായിട്ട് വ്യത്യാസമല്ല, അതൊക്കെ +2 വ്യത്യാസങ്ങൾ വരുന്നത്. ഈ CS-ല് ബുക്സ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് സിലബസ്. അപ്പൊ ബുക്സ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെയാണോ? അല്ല ബുക്സ് ഇറങ്ങിയിട്ടുണ്ടോ CS-ല്? സ്റ്റേറ്റ് ഗവൺമെന്റ് ബുക്ക് സ്കൂളുകളിൽ എത്തിയിട്ടില്ല. സെക്കൻഡ് ഇയർ ആണ് എത്തിയത്. അപ്പൊ കുറച്ച് ലേറ്റ് ആവാൻ സാധ്യത ഉണ്ട്. അതെ. ശരി. ഓക്കെ, താങ്ക്സ് സർ. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും? സാർ ഇപ്പം ഈ CS-ന് എത്ര ശതമാനം വരെയുള്ളവർക്കാണ് സാർ ഇപ്പൊ കിട്ടിയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുമോ സാർ ഏകദേശം? ഇല്ലല്ല, അത് ഓരോ സ്കൂളിനനുസരിച്ച്, ഒരു സ്കൂളിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച്, അവിടുത്തെ ബാച്ചുകളുടെ എണ്ണത്തിനനുസരിച്ചൊക്കെ അല്ല ഉണ്ടാവുക. അപ്പൊ ഒന്നും പറയത്തില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ CS-നെ കുറിച്ച് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് കൊണ്ട് പറയാണ്. ഇപ്പം കമ്പ്യൂട്ടർ ഇഷ്ടമുള്ള ഒരാള് +2 ശേഷം ബിടെക് ലെവലില് കമ്പ്യൂട്ടർ പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ +2 തലത്തിൽ കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ 2 വർഷം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതിന് ബെനിഫിറ്റ് ഉണ്ടാവും, ഇല്ല എന്നല്ല. ഞാനിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് കോമ്പിനേഷൻ ഉള്ള സയൻസ് സ്കൂളുകളുടെ എണ്ണം പൊതുവെ കുറവായിരിക്കും. ഒരു 10 സ്കൂൾ എടുത്താൽ ഒരു പക്ഷേ ഒരു സ്കൂളിലൊക്കെ എന്തുണ്ടാവുള്ളൂ, ഈ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ബാച്ച് ഉണ്ടാവുള്ളൂ. അത്രയും സാധ്യത ഇല്ല. മനസ്സിലായി. അതുകൊണ്ട് ഒരാൾക്ക് നല്ല ഒരു സ്കൂള്, നല്ല റിസൾട്ട് ഒക്കെ ഉള്ള സ്കൂള് അഡ്മിഷൻ കിട്ടി, അവിടെ കമ്പ്യൂട്ടർ സയൻസ് ഇല്ലെങ്കിൽ, കമ്പ്യൂട്ടർ സയൻസ് ഇല്ലല്ലോ എന്നും വിചാരിച്ച് റിസൾട്ട് ഒന്നും ഇല്ലാത്ത ക്വാളിറ്റി കുറഞ്ഞ സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അവിടേക്ക് നിർബന്ധമായിട്ട് പോവാതിരിക്കും പൊതുവെ നല്ലത്. ബയോളജി വലിയ ഇഷ്ടമില്ലെങ്കിലും 2 വർഷം നല്ല ഒരു കുട്ടിയായിട്ട് ഇരുന്ന് വായിച്ചു പഠിച്ച് മാർക്ക് വാങ്ങുക. ദെൻ എൻട്രൻസിന് വേണ്ടിയിട്ട് സൈഡായിട്ട് കീമോ JEE ഒക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. ഇനി കമ്പ്യൂട്ടർ ഇഷ്ടമുള്ള ഒരാൾ ഒരു ബിടെക് ലെവലിൽ വലിയ എൻട്രൻസ് ഒന്നും എഴുതി പോവാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, എന്നാൽ കമ്പ്യൂട്ടർ ഇഷ്ടമുണ്ടെങ്കിൽ, സയൻസ് എടുത്ത കുട്ടിയാണെങ്കിൽ BSc MSc കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ പഠിച്ച് സോഫ്റ്റ്വെയർ മേഖലയിലേക്ക് വരാൻ പറ്റും. ഇനി ഒരാൾക്ക് കമ്പ്യൂട്ടർ ഇഷ്ടമുണ്ട്, സയൻസ് ഫിസിക്സും കെമിസ്ട്രിയും താല്പര്യവും ഇല്ലെങ്കിൽ സയൻസ് എടുക്കാതെയും IT ഫീൽഡിലേക്ക് വരാൻ മാർഗമുണ്ട്. കൊമേഴ്സ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഒക്കെ എടുത്താൽ, അല്ലെങ്കിൽ കൊമേഴ്സ് മാത്സ് എടുത്താലും ഒക്കെ ഈ കുട്ടികൾക്ക് BCA MCA ആ രീതിയിലും IT കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മേഖലയിൽ വരാൻ പറ്റും. സാറേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എപ്പോഴും ഈ ബയോമാത്സ് എടുക്കുന്നതാണോ സാറേ? ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്
തീരെ ബന്ധമല്ല. അത് സയൻസ് എടുത്തവർക്കും കൊമേഴ്സ് എടുത്തവർക്കും ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കും പോകാൻ പറ്റും. നോ പ്രോബ്ലം. ഒക്കെ പോവാം. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു. അതുപോലെ സാർ ഒരു സംശയമുണ്ട്. ചോദിച്ചോളൂ, എത്ര സംശയം ചോദിക്കാം. സംശയം ചോദിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രോഗ്രാമാണിത്. ഞാൻ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂർ പ്രസന്റേഷൻ നടത്തിയത്. അതുകൊണ്ട് എത്ര നേരവും ചോദിച്ചുകൊണ്ടേയിരിക്കാം. ഒന്നും ഒരാള് ചോദിക്കുന്നത് എന്താണ് എന്ന് ഒരാൾക്ക് തോന്നേണ്ട ആവശ്യമില്ല. താങ്ക് യു സർ, താങ്ക് യു സാറേ. അതായത് ഇപ്പം ഈ നമ്മളിപ്പം കൊടുത്തിരിക്കുന്നത് CS-നും ബയോമാത്സിനും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഇനിയും ഈ റീഅറേഞ്ച്മെന്റിൽ നമുക്ക് മറ്റേ കൊമേഴ്സ് മറ്റുള്ള മേഖലയിൽ കൊടുക്കാൻ പറ്റുമോ സാറേ? ഓ ശരി സാർ, താങ്ക് യു സർ. ഓക്കെ, ഞാൻ ലീവ് ചെയ്യുകയാണ് സാർ. താങ്ക് യു. സർ, ഇതിപ്പോ സപ്ലിമെന്ററിക്ക് കൊടുക്കുന്ന നേരം നമ്മള് ഫസ്റ്റ് കൊടുത്ത പോലെ തന്നെ മാറ്റി കൊടുക്കുകയുണ്ടല്ലേ? അതേപടി കൊടുക്കുക വേണ്ടേ? അത് എവിടെയാണോ ഒഴിവുള്ളത്, ഏത് കോഴ്സിനാണോ ഒഴിവുള്ളത്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതേപോലെയാണ് കൊടുക്കേണ്ടത്. നേരത്തെ അപേക്ഷ കൊടുത്തതും നേരത്തെ സ്കൂള് കോഴ്സ് സെലക്ട് ചെയ്തതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒന്നുകൂടി ഫുള്ള് മാറ്റി കൊടുക്കണോ? എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് കൊടുക്കണം. നിങ്ങളുടെ ഇഷ്ടം നേരത്തെ കൊടുത്തത് തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ആ ഫോം ഒന്ന് റിന്യൂ ചെയ്യണം, പുതുക്കണം. എങ്കിലേ നിങ്ങൾ സപ്ലിയിലേക്ക് പരിഗണിക്കുള്ളൂ. എനിക്കത് തന്നെ മതി, മാറ്റങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ച് ഒരാള് പുതുക്കാതിരുന്നാൽ നിങ്ങളെ സപ്ലിയിൽ പരിഗണിക്കില്ല. ഇല്ല, പോയി റിന്യൂ പുതുക്കിയാ മതി. മാറ്റങ്ങളൊന്നും അങ്ങനെ പക്ഷെ ആ പുതുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. നിങ്ങൾ വിചാരിച്ച മുകളിലുള്ള സ്ഥാപനങ്ങളിൽ സീറ്റ് ഉണ്ടോ നോക്കണം. അതെങ്ങനെ അവിടെ നിന്ന് ഇപ്പൊ നമ്മൾ അക്ഷയയിൽ പോയാ കൊടുക്കുന്നതാണെങ്കിൽ സപ്ലിമെന്ററി അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ വിചാരിച്ച സ്കൂൾ മാത്രം കൊടുത്ത് ഇഷ്ടപ്പെട്ട കോഴ്സും ഇഷ്ടപ്പെട്ട സ്ഥാപനവും മാത്രം നോക്കി കുറച്ചധികം കോഴ്സുകൾ അല്ലെങ്കിൽ അധികം സ്കൂളുകൾ ഓപ്റ്റ് ചെയ്യാത്തവർക്കാണ് ഇതുവരെ കിട്ടാതിരുന്നത്. അപ്പൊ അത്തരം ആൾക്കാർ ഇനിയും അങ്ങനത്തെ ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട കോഴ്സും മാത്രം നോക്കി കുറച്ച് മാത്രം കൊടുത്തിരുന്നാൽ സപ്ലിയിലും അഡ്മിഷൻ കിട്ടാതായി പോകും. അങ്ങനെ തന്നെയാ സംഭവിച്ചത്. കൊടുക്കുക. ഓക്കെ സർ, താങ്ക് യു. അഡ്മിഷൻ കിട്ടാത്ത ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രസന്റേഷൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുക്കുന്നു, അതിനിഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കുന്നു, അതിനിഷ്ടപ്പെട്ട സ്കൂളും തിരഞ്ഞെടുക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട കോഴ്സും ഇഷ്ടപ്പെട്ട സ്ഥാപനവും ഒന്നിച്ചു വരണം, യാതൊരു സംശയവുമില്ല. ഇനി അത് പ്രകാരം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ മുൻഗണന കൊടുക്കേണ്ടത് ഇഷ്ടപ്പെട്ട കോഴ്സിനാണ്, ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിനല്ല. കിട്ടിയ കോഴ്സ് ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ പോവല്ല വേണ്ടത്, ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്ത സ്ഥാപനത്തിൽ. കുറച്ച് മുൻഗണന കൊടുക്കേണ്ടത് കോഴ്സിനുള്ള ഇഷ്ടമാണ്. അല്ലെങ്കിൽ 2 കൊല്ലം കുട്ടി ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സ് പഠിക്കും. ആ 2 കൊല്ലം കഴിഞ്ഞാൽ അതിനനുസരിച്ച് +2 ശേഷവും ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും മേഖലയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളും രക്ഷിതാക്കളും. സർ, ഇത് ഒഴിവുണ്ടോ എന്നുള്ളത് എങ്ങനെയാ അറിയാ? ഇപ്പൊ നമ്മൾ കൊടുത്ത HSCAP നിങ്ങൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സൈറ്റ് ഉണ്ടല്ലോ, +1 അപ്ലിക്കേഷൻ സിംഗിൾ വുമൺ പ്രകാരം കൊടുത്ത ഉപയോഗിച്ചത്, അലോട്ട്മെന്റ് നോക്കിയത്, ട്രയൽ നോക്കിയത്, ആ സൈറ്റിൽ ഉണ്ടാവും. അത് അപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് സൈറ്റിൽ ഓൺ ആവും. ഡേറ്റ് വരാൻ സപ്ലിമെന്ററിക്ക് നമ്മൾ റിന്യൂ ചെയ്ത് കൊടുത്ത ഡേറ്റ് എന്നുള്ളത് അത് ഒരു തിങ്കൾ ക്ലാസ് തുടങ്ങി ഒരു ബുധനാഴ്ച ഒക്കെ ആയിരിക്കും വിളിക്കുക. ഓക്കെ സർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഷെഡ്യൂൾ ടൈം പ്രകാരം ഒരു 5 മിനിറ്റും കൂടെ നമുക്കുണ്ട്. സർ, ഹലോ, കേൾക്കാവോ? യെസ് സർ, നമ്മളെ ഇപ്പോ സപ്ലിമെന്ററി ഒരു കുട്ടിക്ക് ചെയ്യുമ്പോൾ
നമ്മൾ അതേ പഴയ ആപ്ലിക്കേഷൻ നമ്പർ ഒക്കെ തന്നെയാണോ യൂസ് ചെയ്യുന്നത്? അതേ അവരുടെ കാൻഡിഡേറ്റ് ലോഗിൻസ് അതേ Yes, ഇതിൽ yes. തന്നെയാണോ നമ്മൾ Mm. കയറേണ്ടത്? Yes, 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 yes. ഓക്കെ. അപ്പൊ കയറിയിട്ട് നമുക്കിപ്പോ ആദ്യമുള്ള സ്കൂൾ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം അല്ലേ? ആദ്യം നമ്മൾ വെച്ചിരിക്കുന്ന ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് മാറ്റണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് അവിടെ വേറെ ന്യൂ ഓപ്ഷൻസ് കൊടുക്കാം. മാക്സിമം Yes, എത്ര yes. സ്കൂൾ വരെ ആയിരിക്കും നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്ന? പഴയതുപോലെ തന്നെയാണോ Yes, സപ്ലിമെന്ററി? എത്രയും കൊടുക്കാം. അത്രയും കൊടുക്കാം. സബ്ജക്റ്റും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളെല്ലാം ആഡ് ചെയ്യാമല്ലോ. ഇപ്പൊ കിട്ടാത്ത കുട്ടിക്കാണെങ്കിൽ നമുക്ക് സബ്ജക്റ്റ് ആഡ് ചെയ്യാമല്ലോ. ഈ ചെയ്യാം. സപ്ലിമെന്ററിയിൽ കിട്ടുന്ന കുട്ടിക്ക് ട്രാൻസ്ഫർ ഓപ്ഷനും ഉണ്ടോ? എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇപ്പം ഒരു സ്കൂളിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്കൂൾ കുട്ടിക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് സപ്ലിമെന്ററിയിൽ കിട്ടിയ കുട്ടിക്ക് മാറ്റി കൊടുക്കാൻ പറ്റുമോ പിന്നീട്? സപ്ലിമെന്ററി കഴിഞ്ഞിട്ടാണ്, സോറി, ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടാണ് സപ്ലിമെന്ററി കഴിഞ്ഞിട്ട് ഒരു ട്രാൻസ്ഫറും കൂടെ ഉണ്ടാവും. അത് സ്റ്റേറ്റ് വൈഡ് ട്രാൻസ്ഫർ ആണ് ഉണ്ടാവുക. ആർക്കും എവിടേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യാം. Transfer. അതും നമ്മളുമായിട്ട് ബന്ധപ്പെടില്ലല്ലോ. നമ്മുടെ സെന്ററുമായിട്ട് ബന്ധപ്പെടാതെ സ്കൂളിൽ നേരിട്ടല്ലേ അവര് ചെയ്യേണ്ടത്? നമ്മളല്ലല്ലോ ചെയ്തു കൊടുക്കേണ്ടേ? അല്ല, നമ്മൾ പറയണം ആവശ്യമുണ്ടെങ്കിൽ. പറയണം അല്ലേ? ശരി സാർ, ശരി, താങ്ക് യു. സപ്ലിമെന്ററി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സപ്ലിമെന്ററി ചില സമയത്തൊക്കെ ചില കുട്ടികളൊക്കെ കുടുങ്ങി പോവാറുണ്ട്. എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരു കൊമേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ് ഇഷ്ടപ്പെടുന്നത്, സയൻസ് എന്തായാലും വേണ്ട എന്നൊക്കെ തോന്നുന്ന ഒരു കുട്ടി ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാല് സമീപത്തെ കുറച്ച് സ്കൂളുകളിലൊക്കെ ഈ പറയുന്ന ഇഷ്ടപ്പെട്ട കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എഴുതും. പിന്നെ അഥവാ കിട്ടിയിട്ടില്ലെങ്കിലോ ഒന്നും വിചാരിച്ചിട്ട് കുറച്ച് സയൻസും അങ്ങ് എഴുതിയിടും. ഈ സപ്ലിമെന്ററിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഏത് സമയത്താണെങ്കിലും മാർക്ക് കൂടിയവർക്കാണല്ലോ കിട്ടുക. അപ്പൊ മാർക്ക് കൂടിയ എന്നത് ഉദ്ദേശിക്കുന്നതിന് 10A+, 9A+ എന്നൊന്നും അല്ല കേട്ടോ. കുറച്ച് A+ കുറഞ്ഞ ആൾക്കാരിൽ കൂടിയത്, അവർക്ക് ഇഷ്ടപ്പെട്ട കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വേഗം കിട്ടും. പിന്നെയും അവിടെ ഒരുപക്ഷെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക ചിലപ്പോൾ സയൻസ് ഒക്കെ ആയിരിക്കും. അപ്പം തീരെ മാർക്ക് ഇല്ലാത്ത ആൾക്ക് സയൻസ് കിട്ടുകയും മാർക്ക് കൂടിയ ആൾക്ക് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് കിട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് മാർക്ക് കുറഞ്ഞ ആളാണ്, അല്ലെങ്കിൽ കഴിവ് കുറഞ്ഞ ആളാണ്, അല്ലെങ്കിൽ സയൻസ് പഠിക്കാൻ ഇഷ്ടമില്ലാത്ത ആഗ്രഹിക്കാത്ത ഒരാളാണെങ്കിൽ വെറുതെ സയൻസ് എഴുതിയിടരുത്. ചിലപ്പം അവർക്ക് മുകളിൽ എഴുതിയ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും കിട്ടാതെ താഴെ എഴുതിയ സയൻസ് ആയിരിക്കും കിട്ടിപ്പോകുന്നത്. അറിയാലോ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുകളിലാണ് ഉണ്ടാവുക. മാർക്ക് കൂടിയ ആൾക്കാർക്കൊക്കെ മുകളിലുള്ളത് കിട്ടിക്കഴിഞ്ഞു. മാർക്ക് കുറഞ്ഞ ആൾക്കാർക്ക് താഴെയുള്ളതാണ് കിട്ടിയത്, അല്ലെങ്കിൽ താഴെയുള്ളതും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സപ്ലിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് താഴത്തേക്ക് ചിലപ്പം സയൻസ് എഴുതിയിട്ടാൽ മുകളിലുള്ളത് കിട്ടാതെ സയൻസിലേക്ക് ആയി പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് വെറുതെ സയൻസ് എഴുതിയിടരുത്. സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ കുറച്ച് ദൂരെ സ്കൂളാണെങ്കിലും എഴുതുക. സാർ, ഒരു ഡൗട്ട് കൂടെ. ഇപ്പോ നമ്മളിപ്പോ ഒരു അലോട്ട്മെന്റ്, ഒരു കുട്ടിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടിയുടെ കാസ്റ്റ് അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ ആപ്ലിക്കേഷൻ ഇട്ട സമയത്ത് ആ കുട്ടി SC ക്രിസ്ത്യൻ ആണ്. അപ്പൊ OEC എന്നുള്ള ഘടനയിലല്ലേ വരുന്നത്. അപ്പം ഈ കുട്ടി അപ്ലൈ ചെയ്ത സമയത്ത് കുട്ടിക്ക് കുട്ടിയുടെ അറിയത്തില്ലേ? ആപ്ലിക്കേഷൻ ഡിനൈ ചെയ്തിട്ടുണ്ടോ, നിരസിച്ചിട്ടുണ്ടോ? ഇപ്പം ഓൾറെഡി അഡ്മിഷൻ കിട്ടാത്ത ആളെ കുറിച്ചാണോ ചോദിക്കുന്നത്? അതെ. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയതാണ്. സപ്ലിക്ക് നമ്മൾ ഒന്നേന്ന് ആ ആപ്ലിക്കേഷൻ നമ്പർ തന്നെയാണോ, അതോ അത് നമ്മൾ ഒന്നേന്ന് വേറെ എന്തെങ്കിലും കുട്ടിക്ക് ചെയ്യണോ? അതിൽ മാറ്റിയിട്ട് ചെയ്താൽ മതി, എഡിറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. എഡിറ്റ് ചെയ്ത് ചെയ്യാം. കാരണം ആ കുട്ടിക്ക് ഫസ്റ്റിൽ കിട്ടിയത് SC എന്നുള്ള കാറ്റഗറിയിലാണ് കിട്ടിയത്. പക്ഷെ ആ കുട്ടി OEC ക്രിസ്ത്യൻ ആണ്. അപ്പൊ മറ്റു തെറ്റുകളും കൂടെ എന്ത് ചെയ്യുക, റിന്യൂ ചെയ്യുന്ന സമയത്ത് തിരുത്തുക. ഇത് തിരുത്താൻ പറ്റുമല്ലോ. നമ്മളിപ്പം SC എന്ന് കൊടുത്തത് ആ കുട്ടിക്ക് OEC മാറ്റി കൊടുക്കാൻ പറ്റില്ലേ? എടുക്കാൻ പറ്റും. കാരണം ആ കുട്ടിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലെ കിട്ടിയ കുട്ടിയാണ്. അപ്പം ആ സ്കൂളിൽ പോയപ്പോ അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് SC കാറ്റഗറി അല്ല, OEC കാറ്റഗറിയാണ്. അപ്പം അത്തരം ആൾക്കാർക്ക് സപ്ലിയിൽ അപ്ലിക്കേഷൻ കൊടുക്കാം, നോ പ്രോബ്ലം. കുഴപ്പമില്ലല്ലോ. താങ്ക് യു. ഇനി സംശയങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. സക്കറിയ സാർ? സക്കറിയ സാർ ഉണ്ട്. അദ്ദേഹം CGയുടെ സീനിയർ കരിയർ കൗൺസിലർ ആണ്. അപ്പം ഈ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സക്കറിയ സാറോട് ആവശ്യപ്പെടുകയാണ്. ഓക്കെ സാർ, ഇന്നത്തത് വളരെ കാരണം കരിയർ ഗൈഡ് എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്ന കുറെ ആളുകളുണ്ട്, ചില ആളുകളൊക്കെ ഇതിലുണ്ട്. പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ ഒരു +2
ഈ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന അധ്യാപകരൊഴികെയുള്ള മറ്റധ്യാപകർക്ക് പോലും അറിയാത്ത കുറെ അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായ കാര്യങ്ങൾ ഇതിൽ വന്നു. അത് വളരെ പ്രധാനമാണ്. കാരണം അത് അറിയാത്തത് കൊണ്ടാണ് പല ആളുകൾക്കും കുറെ നഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തില് സാധാരണ ക്ലാസ്സുകളുടെ എല്ലാ ഇൻഫർമേഷനും കരിയർ ഇൻഫർമേഷനും ഉണ്ടായിരിക്കെ തന്നെ അതിനേക്കാൾ വലിയ ഈ തരത്തിലുള്ള ഗുണം കൂടെ കിട്ടുന്ന പ്രൊസീജിയർ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ച് കൂടി വളരെ ഗഹനമായിട്ട് വിശദമായിട്ട് എന്നാൽ ലളിതമായിട്ട് വിവരം കിട്ടിയ ക്ലാസ് ആയിരുന്നു. ആ അർത്ഥത്തിൽ ഇതൊരു ഒന്നാം തരം ക്ലാസ്. പുറമെ +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ കോഴ്സ് ഓപ്റ്റ് ചെയ്യണം, എങ്ങനെ അത് പ്രയോജനപ്പെടുത്തണം, പ്രത്യേകിച്ച് ഒരു പോയിന്റ് സ്റ്റുഡൻസും പാരന്റ്സും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കരിയർ തിരഞ്ഞെടുക്കുന്നത് ഉപരിപഠനം എന്തെന്ന് തിരഞ്ഞെടുക്കുന്നത് 12 കഴിഞ്ഞല്ല, 10 കഴിഞ്ഞാണ്. കാരണം പുറപ്പെടേണ്ട സ്ഥലത്തേക്കുള്ള ബോർഡ് നോക്കാൻ ഈ പുറപ്പെടുന്ന പോയിന്റ് ആ പോയിന്റ് വീണ്ടും ഊന്നി പറഞ്ഞു. എന്തുകൊണ്ടും വളരെ വളരെ ഗുണകരമായ ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇത്തരം ക്ലാസ്, പിന്നെ ഇന്ററാക്ഷൻ, ആവശ്യക്കാരൻ ആവശ്യമുള്ള ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചോദിച്ചു, ഒരു മടിയും കൂടാതെ. ആ അർത്ഥത്തിൽ ഇതൊരു വലിയ വിജയമാണ്. അപ്പൊ ഇത്തരം പരിപാടി ഉപകാരപ്പെട്ട ആളുകൾ ഇങ്ങനെയൊരു പ്രോഗ്രാം ഉണ്ടെന്നും ഇത് ഇന്നത്തെ അതേ ലിങ്ക് തന്നെ മതി ആജീവനാന്തം കയറാൻ. അടുത്ത ആഴ്ചയിൽ അറിയിപ്പ് കിട്ടണം എന്നൊന്നുമില്ല. ഈ ലിങ്ക് അവിടെ സൂക്ഷിച്ചാൽ മതി. ഈ ലിങ്ക് കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം എന്നൊക്കെ മറ്റുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഇവിടെ ഈ മനോഹരമായ ഒരു ഞായറാഴ്ച സ്വന്തം കുടുംബകാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒരാൾ ക്ലാസ് എടുക്കുന്നത് പോലെ അതിന്റെ ഒരു ചെറിയ അംശം നിങ്ങളും ഒരു സൽക്കർമ്മം എന്നുള്ള നിലയിൽ ആളുകൾക്ക് ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി എടുക്കുക. പിന്നെ ഇവിടെ പറഞ്ഞ മറ്റൊരു പ്രധാന കാര്യം, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ചില സൈറ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ സൈറ്റുകളും സിജിയുടെ സൈറ്റുകളും, പ്രത്യേകിച്ചും സിജി .org, ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കോഴ്സുകളെ കുറിച്ചുള്ള അനേകം ലേഖനങ്ങൾ വളരെ വിശദമായിട്ട് ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളും വായിക്കാനും പറഞ്ഞു. അതൊക്കെ പാരന്റ്സ് ഉൾപ്പെടെ വായിക്കുകയൊക്കെ ചെയ്യാനുള്ള പ്രചോദനമായി തീരുന്ന ഉപകാരപ്രദമായ ഒരു ക്ലാസ്സായിരുന്നു, മനോഹരമായ ക്ലാസ്സായിരുന്നു. അതുകൊണ്ട് അതെടുത്ത കരിയർ ഡിവിഷൻ ഡയറക്ടർ അസ്കർ സാറിന് കേട്ടിട്ടുള്ള എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങളും നന്ദി അറിയിക്കുന്നു. ഇതിൽ സജീവമായി പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു.